ഹലോ, ഇന്നൊരു അവധി ദിവസമായിട്ട് ഇപ്പം ഏകദേശം സമയം 12 മണി ആയി. എഴുന്നേറ്റപ്പോൾ ലേറ്റായി. കുളിച്ചു ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം എന്നെയും കാത്ത് എൻ്റെ ഫ്രണ്ട് ജീനു റെഡിങ്ങിൽ വന്നിട്ടുണ്ട്. ജീനു റെഡിങ്ങിലെ മദ്രാസ് ഫ്ലവേഴ്സിലിരിക്കുകയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അതിനുശേഷം ജീനുവിന് ഒരു സൈക്കിൾ വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. നല്ല സണ്ണി ഡേ ആണ്. വിൻ്റർ ആണെങ്കിലും ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ചെറിയ വെയിലുള്ള ദിവസം കിട്ടുന്നത് നല്ലതാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ടെങ്കിൽ ഗ്ലൗസൊക്കെയാണ് ഇട്ടേക്കുന്നത്. എന്നാലും വെയിലുള്ളതിൻ്റെ ഒരു സന്തോഷം. ജീനു നമ്മളെയും കാത്ത് അവിടെ മദ്രാസ് ഫ്ലവേഴ്സിനടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പ് നിൽക്കുകയാണ്. എത്താറായി. ഇങ്ങനെ നമ്മൾ നടന്ന് മദ്രാസ് ഫ്ലവേഴ്സ് തൊട്ടടുത്തെത്തി. ജീനു നമ്മളെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഇത് സർപ്രൈസായി. ഞാൻ ഇതും കൊണ്ടോ വരുന്നില്ല. നമ്മളെ കളിയാക്കുന്നു. അപ്പം ഞങ്ങൾ മദ്രാസ് ഫ്ലവേഴ്സിലിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവാൻ സൈക്കിളിൽ പോകണം. അപ്പം ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സൗത്ത് ഇന്ത്യൻ താലി അല്ലെങ്കിൽ മദ്രാസ് താലി എന്നാണ് പറയുന്നത്. നമ്മുടെ അവിയലൊക്കെ ഉണ്ട്, തൈര്, അച്ചാർ, ഇത് സ്വീറ്റ്സാണ്, സാമ്പാർ, രസമൊക്കെ ആയിട്ട്. പിന്നെ പപ്പടവും ചപ്പാത്തിയും ഉണ്ട്. ജീൻ ഓർഡർ ചെയ്തത് ബോംബെ താലി. എങ്ങനെയുണ്ട് ജീനു ബോംബെ താലി? ഞാൻ മദ്രാസ് താലി ആയിരുന്നു സങ്കടം വന്നേരം. എനിക്ക് വൈറ്റ് റൈസിനൊക്കെ ഇഷ്ടമാണ്. അതിൽ വെജ് പുലാവ്, പിന്നെ പനീറിൻ്റെ ഒരു കറി, ഇത് കടലക്കറിയാണ്. പിന്നെ ഇതുണ്ട്, നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഉണ്ട്. ഇത് ലസ്സിയാണ്, ലസ്സി, ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ട്. പിന്നെ റൊട്ടിയും പപ്പടവും ഉണ്ട്. അപ്പം പപ്പടം അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ലഞ്ച് കഴിക്കാനായിട്ട് ആണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇതുവഴി ഹൈ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ജീനുവിന് സൈക്കിൾ വാങ്ങാനായിട്ട് പോകണം. സൈക്കിൾ വാങ്ങാനായിട്ട് ഇവിടെ ഇവാൻ സൈക്കിൾ എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ പോയാണ് വാങ്ങുന്നത്. അവിടെ കുറച്ച് ഓഫറുണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇതാണ് റെഡിങ് ഹൈ സ്ട്രീറ്റ്. ജീനു, റെഡിങ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. സ്ട്രീറ്റിലൊക്കെ നടക്കുന്നുണ്ട്, മറ്റേ വാൾട്ടിക്കൻ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്നേ. കൊള്ളാം. അതുപോലെ ഉണ്ട്. ഇന്ന് -5 ആണ് തണുപ്പ്. ഇത് കണ്ടോ, വാഗാമാമ. പേര് കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ്. ഒരു കൊല്ലമായി പേര് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് റിവർ കെനറ്റ്. ഇതേ അങ്ങാണ് നമ്മുടെ തിയേറ്റർ, VU. നമ്മൾ സൈക്കിൾ കടയുടെ അടുത്ത് എത്തി. ഇതേ അവിടെയാണ് ഇവാൻ സൈക്കിൾ. ഇതാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന സൈക്കിൾ. യൂണിവേഴ്സൽ എന്നാണ് സൈക്കിളിൻ്റെ മോഡൽ. യൂണിവേഴ്സൽ അഡൾട്ട്, ഇത് യൂണിവേഴ്സൽ ജൂനിയർ, ഇത് അതിന് താഴെയുള്ള രണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ഈ മോഡൽ സൈക്കിള് ശരിക്കും വില, അതിൻ്റെ അഡൽട്ട് ആ ബൈക്കിന് ശരിക്കും വില എന്ന് പറയുന്നത് 399 പൗണ്ടാണ്. അതിപ്പോൾ 70% ഓഫറിന് 129 പൗണ്ടിനാണ് അവർ വിൽക്കുന്നത്. അത് പിന്നെ നമ്മൾ ഈ ഫേസർ പ്ലസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതുവഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ പിന്നെ നമുക്കൊരു 30 പൗണ്ട് കുറഞ്ഞിട്ട് നമുക്ക് 99 പൗണ്ടിന് നമുക്ക് ഈ സൈക്കിൾ വാങ്ങിക്കാം. കണ്ടോ, 399 ആക്ച്വൽ പ്രൈസ്, 129 അവർ സെല്ല് ചെയ്യുന്നു. ഫേസർ പ്ലസ് ആപ്പ് ഉണ്ടെങ്കിൽ 99 പൗണ്ടിന് നമുക്ക് വാങ്ങിക്കാം. അതും 3 അടവുകളായിട്ട് നമുക്ക് വാങ്ങാം. ഇത് യൂണിവേഴ്സൽ അഡൽട്ട് സൈസ്. ഇത് തൊട്ട് താഴെയുള്ള ജൂനിയർ ബൈക്ക് നമുക്ക് 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളത്. ഇത് 5 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ആപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 69 പൗണ്ടിന് നമുക്ക് സൈക്കിൾ വാങ്ങിക്കാം. ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഇൻപുട്ട് ചെയ്തിട്ട് വാങ്ങിക്കാനുള്ള പ്രോസസ്സിലാണ്. അങ്ങനെ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തപ്പം എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ
അവർ 48 മണിക്കൂർ എടുക്കുമെന്ന് ചെക്ക് ചെയ്ത് തരാനായിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, നാളെ ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ആയതിന് ശേഷം ഞാൻ കരുതി പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാം. നമുക്കൊരു 30 പൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്ന കാര്യമല്ലേ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് എലിജിബിലിറ്റി വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട്, ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി തിരിച്ച് വീട്ടിൽ പോകാം. വീട്ടിലൊക്കെ പോയിട്ട് ഇത് ചെക്കിങ് ആവുന്നുണ്ടോ, റെഡി ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഇടയ്ക്ക് സെറ്റായി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് ഇത് സാധനം വാങ്ങാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഒരു സൈക്കിളുടെ ഒരു കൂമ്പാരം തന്നെയാണ്, സൈക്കിളുടെ ഒരു നിലവറ തന്നെയാണ് ഈ കട. ഇത് ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് ഈ വാൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല തണുത്ത കാറ്റുണ്ട്. പതിയെ ജസ്റ്റ് ഒന്ന് സിറ്റി സെൻ്ററൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പ്ലാൻ. ഞങ്ങൾ ഇന്നലെ വന്ന് ഫേസർ പ്ലസ് ആപ്പിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട് അതൊന്നും വർക്കായില്ല. അത് സ്റ്റിൽ ഇപ്പോഴും 48 മണിക്കൂർ എടുക്കുമെന്ന് കാണിക്കുകയാണ് അതിൻ്റെ വെരിഫിക്കേഷൻ. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ സൈക്കിൾ വാങ്ങിച്ചില്ല. തിരിച്ച് അടുത്ത ദിവസം വന്നിട്ടുണ്ട് സൈക്കിൾ വാങ്ങിക്കാനായിട്ടാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വരുവാണതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സൈക്കിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈക്കിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളൊന്ന് ഇറക്കി പേയ്മെൻറ്റും ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ഈ കടയുടെ ഉൾവശമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന ഡിഫറെൻറ്റ് മോഡൽസ് സൈക്കിളും ഓഫറൊക്കെയാണ്. ഈ മോഡലിന് ഓഫറുണ്ട്, ഏകദേശം ഒരു 30% ഓഫറുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ മോഡലിനും ഓഫറുണ്ട്, 30% ഓഫറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലല്ല, ലേഡി ബേർഡ് ടൈപ്പ് സൈക്കിൾ. ഇത് 249, അതിന് ഓഫറില്ല. ബാക്കി തൊട്ടപ്പുറത്തിരിക്കുന്ന മോഡൽ അതൊക്കെയെല്ലാം ഓഫേഴ്സ് ഉള്ള മോഡൽ. ഇത് 210 ആണ്, ഓഫറില്ല, ഓഫറുണ്ട്. ഇത് 299, 210 നമുക്കെടുക്കാം. പിന്നെ ആക്സസറീസ് പരിപാടീസ് എല്ലാം ഉള്ള വിശാലമായ ഷോറൂമാണ്. ഇവിടെ UK ഫേമസ് സൈക്കിൾ ബ്രാൻഡാണ് ഈ വാൻസ്. ഹെൽമെറ്റ് ഓൺലി ഫോർ ജസ്റ്റ് 45 pounds. ഇതേ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കുള്ള സൈക്കിൾ മോഡൽസ്. ഇത് 320 പൗണ്ടിൻ്റെത് നമുക്ക് 160 പൗണ്ടിന് കിട്ടും. ഈ മോഡൽ നല്ല കളർഫുള്ളാണ് കാണാൻ തന്നെ. പിനാക്കളിൻ്റെയൊക്കെ നല്ല മോഡൽ സൈക്കിൾസ്, ആക്സസറീസ് എല്ലാം ഉണ്ട്. പല മോഡലിനും ഇപ്പോൾ ഏകദേശം ഓഫേഴ്സുണ്ട്, 70% വരെ ഓഫേഴ്സുണ്ട്. ഞാനെന്തായാലും ശരിക്കും ഈ സൈക്കിൾ വാങ്ങാമെന്നപ്പോൾ കണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. UK സൈക്കിൾ യൂസ് ചെയ്യുന്നവരും മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ലോക്കില്ലെങ്കിൽ അറിയാലോ. അവസാനം ലോക്കില്ലെങ്കിൽ നമ്മൾ സൈക്കിളോടെയും വെച്ചിട്ട് പോകുമ്പോൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇത് ആട് കിടന്നിടത്ത് കൂടെ പോലെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാവും. സൈക്കിളും കിട്ടില്ല, ഒന്നും കാണൂല, അവിടെ അടിച്ചുകൊണ്ട് പോകും. എങ്ങനെ അങ്ങനെ നമ്മളെ ജീനു സൈക്കിൾ വാങ്ങിച്ചു ഗൈസ്. സൈക്കിൾ മേടിച്ചിട്ട് അവൾ ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ചവിട്ടാനുള്ള കോൺഫിഡൻസ് ഇല്ല. +2 പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് സൈക്കിൾ ഓട്ടിയത്. അതുകൊണ്ട് സൈക്കിളോട്ടുള്ള കോൺഫിഡൻസ് ഇല്ല. വീട്ടിൽ വെക്കാനാണോ തോക്ക് തരാം. അപ്പം ഞങ്ങളൊരു പാർക്കിൽ പോയിട്ട് ഒന്ന് ചവിട്ടി നോക്കാനായിട്ട് പോവാണ്. അടുത്തൊരു പാർക്കിലോട്ട് പോകുന്നു. അവിടെ ഒക്കെ ഒന്ന് സൈക്കിൾ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ജീനുവിന് കോൺഫിഡൻസ്. ഒരാൾ സൈക്കിൾ മേടിച്ചിട്ട് ഉരുട്ടി വരുന്നു നോക്ക് ഗൈസ്. നീ എനിക്ക് തന്നെ, ഞാൻ ചവിട്ടാം. ക്യാമറ മേടിച്ചു ഞാൻ സൈക്കിൾ ഓടുന്ന ഷൂട്ട് ചെയ്തു. ഇത് ഷേക്കൊന്നും ആവില്ലല്ലോ അല്ലേ? ഞാൻ സ്ക്രീൻ നോക്കിയാൽ ഓക്കെ.
ഇതിപ്പോ എന്നെ തന്നെയാണ് കാണുന്നത്. ആ ഓക്കെ ഓക്കെ. ആ എനിക്കേ മൊത്തം എന്നെ കളിയാക്കും, സൈക്കിൾ മേടിച്ചിട്ട് ചവിട്ടിക്കൊണ്ട് പോകുന്നെന്നും പറഞ്ഞത് വെറുതെ. ഇത് യൂണിവേഴ്സൽ അഡൽട്ട് മോഡൽ എന്നൊക്കെയാണ് ഇത് പറഞ്ഞെങ്കിലും നമ്മൾ ചോദിച്ച വാചാട്ടത്ത് പറഞ്ഞത് ചിൽഡ്രൻസ് എന്നല്ലേ, ടീനേജേഴ്സിനുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചവിട്ടിയൊക്കെ എനിക്കും അതാണ് തോന്നിയത്. ജീവന് ഓക്കെയാന്ന് തോന്നുന്നു. എനിക്ക് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വലുതാണ് ഇതെനിക്ക് പറ്റുന്നത്. 5 feet ഉള്ളവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. പഞ്ചറാവും. പോട് ഇത്രേ ഉള്ളൂ. ഗുഡ്. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സൈക്കിൾ ചവിട്ടി ഒന്ന് പരിചയമാവാനായിട്ട് ജീനു ഇവിടെ ഒരു പാർക്കിൽ കൊണ്ടുവന്ന് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീനു കമോൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് റെഡിങ്ങിലെ ലോങ് ബേൺ പാർക്കിലാണ്. അപ്പോൾ പാർക്കിൽ ചെറിയ ജിമ്മിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ആ ജിമ്മിൻ്റെ പരിപാടിയൊക്കെ. നമുക്ക് ഈ പുള്ളപ്പ് സംഭവങ്ങളൊക്കെ നമുക്ക് ഹാങ്ങിങ് പരിപാടികളെല്ലാം ഇവിടെ ചെയ്യാം. പിന്നെ ബാക്കി എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻസ് ഓരോന്നായിട്ട് ഇവിടെ ഉണ്ട്. ഇത് ഷോൾഡർ പ്രസ് ചെയ്യാനുള്ളത്, ഇതുണ്ടോ ഷോൾഡർ പ്രസ്സും ലാറ്റ് പുള്ളും ചെയ്യാനുള്ളതാണ് ഇത്. പിന്നെ കാലിന് എക്സസൈസ് ചെയ്യാനുള്ളത് ഇതുണ്ട്, നമ്മുടെ ക്രോസ് ട്രെയിനർ ഓടുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പാർക്കുകളിലൊക്കെ ഇതുപോലെ എനിക്ക് തോന്നുന്നു എറണാകുളത്താണെന്ന് തോന്നുന്നു, ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പണ്ടേത് വാർത്തയിൽ കണ്ടിട്ടുണ്ട്. കണ്ടോ ഈ ഒരു വലിയ സെറ്റപ്പിൽ നമുക്ക് ലെഗ് റൈസ് ചെയ്യാം, പുള്ളപ്പ് ചെയ്യാം, പിന്നെ മങ്കി ബാസ് ചെയ്യാം. ഇവിടെയാണ് മങ്കി ബാസ് ചെയ്യുന്നത്. എന്ത് മനോഹരമായ ഫ്രെയിമല്ലേ, ആ ഈവനിങ് സൺലൈറ്റൊക്കെ കളറ്. പിന്നെ അതാ വിൻ്റർ ആയതുകൊണ്ട് ഇലയെല്ലാം പൊടിച്ച് നിൽക്കുന്ന മരങ്ങളുടെ ചില്ല മാത്രം. ഇവിടെ ഇപ്പം സമയം വൈകിട്ട് ഏകദേശം 4 മണിയാവാറായി. ഇന്ന് 4 മണി കഴിയുമ്പോഴാണ് സൺസെറ്റ്. നല്ല സൺസെറ്റ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ദേണ്ട ആ ഭാഗത്തായിട്ടൊരു BMS സൈക്കിൾ ട്രാക്സ് ഉണ്ട്. അവിടെ പിള്ളേർ സൈക്കിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ ജീനു അതികഠിനമായ ശ്രമത്തിലാണ്. ഇപ്പോൾ കുറച്ച് പ്രാക്ടീസായി നല്ല രീതിയിൽ സൈക്കിൾ ഓട്ടി വരുവാണ്. പോക്കേലേ പോ. എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചത്ര ഭീകരമല്ല. ഞാൻ ശരിക്കും ഒന്ന് മേടിച്ചപ്പോ അവിടെ ഗ്രൗണ്ടിൽ ഓടിച്ചപ്പോ ബാലൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നായി. ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് ചവിടുന്നുണ്ട്. ചവിട്ടും കുഴപ്പമില്ല, അല്ല നന്നായിട്ട് ചവിടുന്നുണ്ട്. നീ കണ്ടിന്യൂ ചെയ്തോ ഒന്നും കൂടെ. അത് കുറേ നാളായിട്ട് സൈക്കിൾ ഓട്ടുന്നതാണ്. പോട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഈ കുട്ടി വ്ളോഗിലെ വിശേഷങ്ങൾ. ഞങ്ങൾ വാൻ സൈക്കിളിൽ നിന്ന് സൈക്കിൾ വാങ്ങിച്ചു.
സൈക്കിൾ സംഭവങ്ങളെല്ലാം കൊള്ളാം. ഓഫറിനുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. 70% ഓഫറിനുണ്ട്. പിന്നെ ഫേസ് പ്ലസ് ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 കൊണ്ടും കൂടെ കുറച്ച് കിട്ടും. അപ്പം ഈവനിങ് ഇവിടെ ഏകദേശം 4 മണി അടുപ്പിച്ചാവറായി, സൺസെറ്റിൻ്റെ സമയമായി. ജീനോടെ സൈക്കിളൊക്കെ ചവിട്ടി നല്ല പരിചയമായി. ഇനി നേരെ ഞങ്ങൾ സ്റ്റേഷനിൽ പോവും. ജീനോ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് ജീനോൻ്റെ സ്ഥലത്ത് പോകും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.